പക്ഷേ ഇത് നാട്ടിൽ നട്ട് കഴിഞ്ഞാൽ മരിച്ചു. ഇങ്ങനെ പല പല ഈ നാരകത്തെ പറ്റി പല പല ചിന്തകൾ ആൾക്കാർ അന്ധവിശ്വാസങ്ങൾ പച്ച പിടിച്ചിട്ട് കാർബൈഡ് അടിയിട്ടിട്ട് ഇവര് ഒരു 3 ദിവസം കെട്ടിവെച്ച് വരുമ്പോഴത്തേക്കും അത് പഴുത്ത് നല്ല കളറാവും. അന്നേരം ഇതിന്റെ തൊലി സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് കേരളത്തിലെ തരത്തിൽ നാരക കൃഷി മാത്രമേ സബ്സിഡി ഒന്നും ഇല്ലാതുള്ളൂ. വേറെ ഉള്ളതിനെല്ലാം ഉണ്ട്. ഇത് എന്തുമായാലും നിങ്ങൾ വീട്ടിൽ മേടിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം കഴിയുമ്പം ഒരു സൈഡ് അഴുകി വരും. പക്ഷേ അത് കാർബൈഡ്. ഇത് നിങ്ങൾ 7 ദിവസം വെച്ചോ അഴുകത്തില്ല, നമ്മൾ ഗ്യാരണ്ടി. അതാണ് കറക്റ്റ് ചെറുനാരകത്തിന്റെ ഇവിടുത്തെ നാരകത്തിന്റെ വലിപ്പം. അത് പക്ഷേ പരുവായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് കറി നാരങ്ങയല്ല, പ്രത്യേകം പറയുന്നത് ഇത് നമ്മൾ പിഴിഞ്ഞു കുടിക്കുന്ന സാധനമാണ്. ഈ പൂജകൾക്കും മറ്റു കർമ്മങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഈ ഗണപതി നാരകം എന്ന് പറയുന്നത്, ഈ നാരങ്ങ വെള്ളം നമുക്ക് മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പാനീയമാണ്. പക്ഷേ ഈ നാരകം അല്ലെങ്കിൽ ഈ നാരങ്ങ എവിടെ നിന്ന് വരുന്നു, ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ നമ്മൾ പറയും, അത് പാണ്ടിക്കാരുടെയാണ് അല്ലെങ്കിൽ തമിഴന്മാരുടെയാണ് എന്ന് പറയും. പക്ഷേ ഈ തമിഴ്നാട്ടല്ലാതെ നമ്മുടെ മലയാളത്തിൽ, ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ കൊല്ലം ജില്ലയിൽ ഇളമ്പലിൽ, പുനലൂരിനടുത്ത് ഇളമ്പലിൽ നാരങ്ങ കൃഷി ചെയ്ത് 100 മേനി വിളയിച്ച പ്രവാസി കൂടിയായ രാജൻ എന്ന ചേട്ടൻ്റെ വിശേഷങ്ങളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാരങ്ങ തോട്ടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ഇവിടെയുള്ള വ്യത്യസ്തങ്ങളായ ഏതാണ്ട് 10ൽ പരം നാരകമുണ്ട്. അതിൽ നാരങ്ങയൊക്കെ പിടിച്ച് സമൃദ്ധമായി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചേട്ടനോട് കൂടി തന്നെ ചോദിക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അഭിനന്ദനങ്ങളാണ്. പ്രത്യേകിച്ച് ഒരു പ്രവാസിയാണ്, നമുക്ക് 100 മേനി അല്ലെങ്കിൽ എന്തിലും നമ്മൾ വിജയം കണ്ടെത്തുമെന്ന് തെളിയിച്ച ഒരു മികച്ച കർഷകൻ. തീർച്ചയായിട്ടും. ഈ നാരകത്തിലേക്ക് പ്രവാസ ലോകത്ത് നിന്ന് നേരെ ഈ കൃഷിയിലേക്കാണ് വരുന്നത്. അതും പ്രത്യേകിച്ച് കേരളത്തിൽ ആരും കൃഷി ചെയ്യാത്ത നാരകമാണ് സെലക്ട് ചെയ്തത്. എന്താണ് അതിൻ്റെ ഒരു? കൊച്ചുനാളിലെ കൃഷിയിൽ നല്ല സന്തോഷം കണ്ടെത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഗൾഫിൽ പോകുന്നതിന് മുമ്പ്. എവിടെയായിരുന്നു? ഗൾഫിൽ ഒമാൻ്റെ ബുരൈമി എന്ന് പറയുന്ന പ്രവിശ്യ സ്ഥലത്താണ്. അലൈനോട് ചേർന്ന് വരും. ദുബിക്കും അലൈനും ഇടയ്ക്ക് അലൈനോട് ചേർന്ന് അവിടുന്ന് ഫാമിലിയായിട്ട് അവിടെ ആയിരുന്നു. കുഞ്ഞുങ്ങളെല്ലാം അവിടെ പഠിച്ചു ഒരു പരുവം വരെ. എന്നാലും ഞാനൊരു 6 മാസത്തിൽ ഇവിടെ കാണും. നാട്ടിൽ വരും. നമ്മുടെ നാട് വിട്ടിട്ട് പോകത്തില്ല. ഫാമിലി അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ വരും തിരിച്ചു. അങ്ങനെ ഒന്നാണ് ഇത് യഥാർത്ഥത്തിൽ 5 വർഷം ഗൾഫിൽ നിർത്തുന്നതിന് 2 വർഷം മുമ്പേ നമ്മളിവിടെ പ്ലാൻ ചെയ്ത് തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ നാരക കൃഷിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? പ്രേക്ഷകരെ അറിയിക്കേണ്ടത്. അവിടെ സാധാരണ നമ്മൾ രാവിലെ നമ്മൾ ജോലിക്കാരനല്ലായിരുന്നു. അവിടെ ജോലി 2-3 പേർക്ക് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബാക്കി ഞാൻ പറയുന്നില്ല. അന്നേരം അത് കഴിഞ്ഞിട്ട് രാവിലെ നമ്മളിങ്ങനെ നമ്മൾ എടുത്തു വളർത്തിയ അറബി പിള്ളേരുണ്ട്, അവരുടെ കൂടെ അവിടെ തോട്ടമുണ്ട്. തോട്ടത്തിൽ ഇങ്ങനെ പോകും. തോട്ടത്തിൽ പോയി ഏത് തോട്ടത്തിൽ ചെന്നാലും, അറബികളുടെ ഏത് തോട്ടത്തിൽ ചെന്നാലും പോയിട്ടുള്ളവർക്കറിയാം അവിടെ ഒരു വാഴ കാണും. പിന്നെ കറിവേപ്പില ഇല്ല, അപൂർവം മലയാളികളിൽ നടത്തുന്ന തോട്ടത്തിൽ കാണും. പിന്നെ തീർച്ച മസ്റ്റ് ഈ സാധനം ഈ നാരക തോട്ടത്തിൽ കാണും. നാരകമില്ലാത്ത അവരുടെ ഏത് സലാഡിൻ്റെ അകത്തും മേടിയിരിക്കുന്ന നാരകമാണ്. നാരകം നമ്മൾ ഉണങ്ങിയ നാരകമാണ് അവിടെ ബിരിയാണിക്കകത്ത് ഇടുന്നത്. നാരകം ഉണക്കിയാണ് ഇടുന്നത്. നാരങ്ങ ഉണക്കിയിടും എന്ന് പറയുന്നതിനോട്ട് അവിടെ പോയി അങ്ങനെ നമ്മളും ഇതൊക്കെ കണ്ട്. അവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാൽ മണൽ, ഉപ്പ്, ഓയിൽ ഇത് ചേരുന്നതാണ് അവിടുത്തെ മണൽ. അവിടെ പിടിക്കാൻ നമ്മുടെ നാട്ടിൽ പിടിച്ചാൽ എന്താ ആ ഒരു ചിന്ത. അതാ ഈ പ്രവാസ ലോകത്തേക്കുമ്പോഴുള്ള ചിന്തയാണ്. ഈ ഓയിലും മണലും മണ്ണും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള മരുഭൂമിയിൽ ഇത് കിളിക്കുമെങ്കിൽ എങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിൽ എന്താ പിടിച്ചാൽ. പിന്നെ 365 ദിവസം നമുക്ക് നാരങ്ങ വേണം. ഇതെല്ലാം വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന്. നമ്മുടെ ഐശ്വര്യമുള്ള സാധനം 360 സ്ത്രീകളെ കൊച്ചുങ്ങളെ കെട്ടിക്കണമെങ്കിൽ വെറ്റിലേക്കകത്ത് വെച്ച് നമ്മൾ നാരങ്ങ കൊടുക്കും. പിന്നെ കയറ്റുന്നത് പിന്നെ നാരങ്ങ ഇല്ലാത്തൊരു കല്യാണമില്ല. അച്ചാറിന്റെ ഇലയുടെ അറ്റത്ത്. പക്ഷെ ഇത് നാട്ടിൽ നട്ട് കഴിഞ്ഞാൽ മരിച്ചു. ഇങ്ങനെ പല പല ഈ നാരകത്തെ പറ്റി പല പല ചിന്തകൾ ആൾക്കാർ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചു. പക്ഷേ ഇത് ഞാൻ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ സന്തോഷം കൂടി, ആരോഗ്യം കൂടുതൽ വർദ്ധിച്ചു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാട്ടുകാരെ, എൻ്റെ കൂട്ടുകാരുടെ ഫാമിലികൾ കംപ്ലീറ്റ് ഇതിൻ്റെ അത് വരും. അപ്പം ഫ്ലാറ്റ് ജീവിതവും കഴിഞ്ഞു. നാരകം നട്ടാൽ ഈ ഇത്തരത്തിലുള്ള മരണം സംഭവിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും എന്ന് പറയുന്നതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പൊളിച്ചെഴുതിയ നമ്മുടെ രാജുചേട്ടന്റെ വിജയഗാഥ തുടരുകയാണ്. അപ്പോഴേ ഇത് ഏതിനത്തിൽപ്പെട്ട നാരകം? ഇവിടെ നാരകം ഇതാണ് നമ്മുടെ ഈ തമിഴന്മാർ കൊണ്ടുവരുന്നത്. ഞാൻ കാണിച്ചു തരാം. തമിഴന്മാർ കൊണ്ടുവരുന്നതിൻ്റെ തമിഴന്മാരുടെയും നമ്മുടെ കേരളത്തിൽ വരുന്ന ചാക്ക് പൊട്ടിച്ച കാണുന്ന 3 വെറൈറ്റി ഞാൻ കാണിച്ചു തരാം. ഇത് കാണും, ഈ ടൈപ്പ് കാണും, ഈ ടൈപ്പ് കാണും, പിന്നെ ഇതിലും വലിപ്പമുള്ള കാണും. ഏതാ അത് കണ്ടിട്ടുണ്ടോ?
ഈ വലിപ്പമുള്ള ഉണ്ടോ ഇത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചോ, ഇത് ഏറ്റവും വലിപ്പമുള്ളത്. ഇത് ഒരു ചാക്കിലും ഇതുപോലെ വരും. വന്നു കഴിഞ്ഞാൽ ഇത് ഈ സൈസ് അവർ പറിച്ചിടുന്നത് പച്ച വെടിച്ചിട്ട് കാർബൈഡ് അടിയിട്ടിട്ട് ഇവർ ഒരു 3 ദിവസം കെട്ടിവെച്ച് വരുമ്പോഴത്തേക്കും അത് പഴുത്ത് നല്ല കളറാവും. അന്നേരം ഇതിൻ്റെ തൊലി സോഫ്റ്റ് ആയിരിക്കും, ഇതിൻ്റെ അകത്ത് നല്ല നീരും ഉണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അകത്ത് വാടിയതാണ്, പക്ഷേ നാരങ്ങയ്ക്ക് ആ പുളി മനസ്സിലാവത്തില്ല. ഈ സാധനമാണ് ഈ തൊലി ഉൾപ്പെടെ ഇട്ട് അടിച്ച് ലെമൺ ജ്യൂസ് ആയിട്ട് നമ്മൾ അത് കഴിവത്തുമില്ല. നമ്മുടെ ഇത് സ്ത്രീകളുടെ നമ്മളൊരു പ്ലാസ്റ്റിക് കവർ 1 കിലോ മേടിച്ചു കൊടുത്താൽ ഇവർക്ക് ഫ്രിഡ്ജ് വയ്ക്കും. ആരെങ്കിലും വരുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, ഒരെണ്ണം മുറിക്കുക, കഴുകാതാണ് മുറിക്കുന്നത്. ശ്രദ്ധിച്ചോണം, അല്ലെങ്കിൽ ഇനി വീട്ടിൽ ചെന്ന് നോക്കണം, എന്നിട്ട് പിഴിഞ്ഞ് കൊണ്ടുതരും. ഈ മേളിയിരിക്കുന്ന കാർബൈഡ് കംപ്ലീറ്റ് നമ്മുടെ വയറ്റിലും ചെയ്യും. ഇത് ഒരു ചാക്ക് ഈ 3 സൈസ് വന്നു കഴിഞ്ഞാൽ ഇവർ ഇത് ഇപ്പം 100 രൂപയ്ക്ക് വയ്ക്കുവാണെങ്കിൽ ഈ ഇതിൻ്റെ മീഡിയം, ഇതിൻ്റെ വലുത് ഈ സൈസ് ഇത് 120 വയ്ക്കും, ഇതിന് 150. ഇതാണ് വയ്ക്കും. ഇവിടെ നമ്മുടെ ഒരു കാഴ്ചയിൽ ഞാൻ ഇപ്പം ഞാൻ രണ്ടൊന്നല്ല ഒരു 10-15 കല്യാണത്തിന് കൊടുത്ത് ഇവിടുന്ന് സാധനം കൊടുത്ത് 1200, 1000, ഇങ്ങനെ 800, 400 ഇങ്ങനെ വെച്ച് കൊടുത്ത് അവർക്കെല്ലാം വേണ്ടത് വലിയ നാരങ്ങ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ അവർക്ക് വലിയ നാരങ്ങ പറക്കി തരണമെന്ന് പറയും. നമുക്ക് 16 ഇത് തൂക്കി കഴിഞ്ഞാൽ 16 അല്ലെങ്കിൽ 17 തൂക്കി കഴിഞ്ഞാൽ കറക്റ്റ് 1 കിലോ. പിന്നെ ഹൈന്ദവരുടെ കല്യാണത്തിന് യഥാർത്ഥത്തിൽ നാരങ്ങ ചെറുതായി കഴിഞ്ഞാൽ സദ്യ മോശമാണെന്ന് പറയും. ക്രിസ്ത്യാനികളുടെ കല്യാണത്തിനാണെങ്കിൽ നാരങ്ങ വിളമ്പുന്നില്ല, ഐസ്ക്രീം ചെറുതായ പറയും, സദ്യ പോയെന്ന് പറയും എന്ന് പറയുന്നിട്ട്. അതുകൊണ്ട് ആൾക്കാരെല്ലാം വേണ്ടുന്ന സാധനമാണ് ഈ വലിയ നാരങ്ങ. അത് നല്ല നാരങ്ങയാണ്, ഇത് നല്ല നാരങ്ങ. ഇതിന്റെ വിളവ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് വിളഞ്ഞു വരുന്നുണ്ട്. ഇത് നമുക്കിപ്പോൾ പഴുത്തതിൻ്റെ ചവിട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഇതിന്റെ വിളവെന്ന് പറഞ്ഞാൽ ഇത് ഒരുമാതിരി നല്ല കളർ വ്യത്യാസം വരും, മഞ്ഞ കളറും വരും. മാത്രമല്ല ഒരുമാതിരി ഗ്ലേസിങ് മാറും. നാരങ്ങയുടെ മുമ്പിലത്തെ ഗ്ലേസിങ് മാറിക്കഴിഞ്ഞാൽ അത് വിളഞ്ഞതാണ്. അല്ലാതെ നമ്മളിപ്പോൾ പോയി പറിക്കരുത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഇത് നമുക്ക് ഇത് പറിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് സംഭവം. കറക്റ്റ് വിളഞ്ഞുപോയ നാരങ്ങ, അതിൻ്റെ കളർ മാറി. ഇത് കറക്റ്റ് നമ്മൾ തമിഴന്മാരുടെ കിട്ടിക്കഴിഞ്ഞാൽ 3ൻ്റെ അന്ന് പഴവും കളറും എല്ലാം ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചത് 6 ദിവസം കഴിഞ്ഞാൽ ചെറുതായിട്ട് പഴുത്തു വരും, പക്ഷേ നശിക്കല്ല. 3 ദിവസം കഴിഞ്ഞ് തമിഴന്മാരുടെ നിന്ന് വിളിക്കുന്നതൊന്നും ആരെങ്കിലും വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം കഴിയുമ്പോൾ ഇവിടെ നോക്കിയാൽ കറുത്ത് വരും. എവിടെ വെക്കുന്നു അവിടെ കറുത്ത് വരും. ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇത് ഏത് ഇനത്തിൽപ്പെട്ട നാരകമാണ്? ഇത് ചെറുനാരകത്തിൻ്റെ നല്ല ക്വാളിറ്റി. ആൾക്കാർ പറയും ഇതിൻ്റെ തൊലിക്ക് കട്ടി കൂടുതല. ഞാൻ അത് അറിയാനെ കൊണ്ട് നമ്മൾ ഈ കുഞ്ഞുനാളിലെ പറിച്ച് വെച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ തൊലിക്ക് കനക്കുറവാണ്, അത് പിഴിയാനും വഴി. പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ യഥാർത്ഥ ഗുണവും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. അതാണ് അതിന്റെ കുഴപ്പം. ശരിക്കും നമ്മുടെ തമിഴ്നാട്ടിൽ കൊണ്ടുവരുന്ന ഈ നാരകം നമ്മുടെ ചെറുനാരകമാണ്. ഇതിപ്പോ എന്റെയൊക്കെ തന്നെ തമിഴ്മാർക്ക് ഞാൻ ചോദിച്ചപ്പോൾ അവർ സാർ വിളയുന്നതിന് മുമ്പേ പറിച്ചോളാം അവർ പറഞ്ഞു. പക്ഷെ നമ്മളത് ചെയ്യത്തില്ല, നമുക്ക് അതിന്റെ ഒരു ലാഭം വേണ്ട. തട്ടിപ്പ് മനസ്സിലായാലും പിന്നെ നമ്മുടെ നാട്ടിൽ കല്യാണത്തിന് മൊത്തവും തമിഴ്നാട്ടിൽ അതോ ഇവിടെ കല്യാണം ആകുമ്പോഴത്തേക്ക് തമിഴ്നാട്ടിൽ ഈ നാരകങ്ങളുടെ വിലയൊക്കെ അന്യായ വിലയാണ്. ഞാൻ ഇത് പ്രാവശ്യം ഒരു ഗുണം ചെയ്ത് ഇവിടെ ചോദിച്ചേക്കാം 150 രൂപ താഴെയാണ് ഞാൻ ഇവിടെ നാരങ്ങ കൊടുത്തത്. നമ്മുടെ കൃഷിഭവനില്ലേ അവർ ഓണച്ചന്ത നടത്തി 150 താഴെയാണ് വിളക്കുടി പഞ്ചായത്തിൻ്റെ. അവർ 150 താഴെ. അന്ന് യഥാർത്ഥത്തിൽ 225-250 രൂപ വില നമ്മുടെ മാർക്കറ്റിലുള്ള സമയത്ത്. പക്ഷെ നമ്മൾ നോക്കിയത് അതല്ല. എനിക്ക് വെളി കൊടുത്ത എനിക്ക് ചോദിച്ചു ഇവിടെ വന്ന് സാറേ 225 വെച്ച് തരാം. ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അന്ന് കല്യാണവും ഈ ഓണത്തിന്റെ ആവശ്യം കൊണ്ട് നാരങ്ങയ്ക്ക് ഭയങ്കര ഡിമാൻഡ്. തമിഴ്നാട്ടിൽ നാരങ്ങയില്ല. ഇവിടെ നാരങ്ങ ശരിക്കും വരിക ചെയ്ത്. ഇതും നമ്മുടെ ചെറുനാരകത്തിന്റെ ആ ഒരു ഇനത്തിൽപ്പെട്ട ഇത് അത് തന്നെ, ചെറുനാരകം തന്നെ, യാതൊരു മാറ്റമില്ല. ഇത് നമ്മുടെ നല്ല വലിപ്പം, നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ലപോലെ പിടിക്കുന്നതുകൊണ്ടാണ് ഈ വലിപ്പം കിട്ടുന്നത്. തമിഴ്നാട്ടിൽ ചൂടല്ലേ, അവർ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമേ കിട്ടുന്നുള്ളൂ, കിണറ്റിൽ നിന്നുള്ള വെള്ളമേ കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ കുഴൽക്കിണറിൽ നിന്നുള്ള അതിൻ്റെ അത് തന്നെ. ഇത് ധാതു ലവണങ്ങൾ ഇറങ്ങിയാണ് മഴയിൽ കിളിച്ച നാരങ്ങയാണ്ടാണ് ഇത്രയും സേഫ്റ്റി ഇട്ട്. ആ നാരങ്ങയുണ്ട്. ആ സാറ് കണ്ടോ, അടിയിലാണ് ഇതിന്റെ കമ്പയിൽ യഥാർത്ഥി വെയിറ്റ് കയറുമ്പോൾ ഈ കമ്പഞ്ഞ് താഴെ വരും. അങ്ങനെ താണു പോകുന്നതാണിത്. ഇത് നമ്മൾ എന്ത് വളം ഇടുന്നത്? ഇതെല്ലാം പഴുത്ത് കിടക്കുവാണ്. വളം നാച്ചുറൽ ആയിട്ടുള്ള വളം കൊടുത്തിട്ടുണ്ട്. സാറിന് നോക്കിയാൽ കാണാം, ചാണകപ്പൊടിയും ആട്ടുംപുഴുക്ക ചാണകപ്പൊടി. അത് നമ്മൾ ഇതിന്റെ മൂട്ടിൽ നമ്മൾ ഈ മമ്മട്ടി വെച്ച് വലിച്ചതിന്റെ വേറെ മുറിക്കാൻ നിൽക്കത്തില്ല. ഇത് രണ്ടും വിളഞ്ഞു. സാർ രണ്ടാമതൊരു കാര്യം, ഇത് നമ്മൾ വിളയുമ്പം പറിച്ചു കഴിഞ്ഞാൽ അടഞ്ഞ് കൈ ഒരു കണ്ടല്ലോ, ഇത് വിളഞ്ഞു. അതേസമയം ഇവൻ ബലം പിടിക്കും. വിളഞ്ഞിട്ടില്ല. ഇത് സാറിന് വിളച്ചു നോക്കിയേ, അത് ബലം പിടിക്കും. ലാസ്റ്റ് പച്ച കളറായിട്ട് ബലം പിടിക്കും. അത് സംഭവം കമ്പ് സഹിതം ഒടിഞ്ഞേ വരും, അല്ലെന്നുണ്ടെങ്കിൽ ഇരിഞ്ഞേ വരത്തുള്ളൂ.
അതാണ് അതിൻ്റെ ഗുണം. ഇത് കണ്ടോ നല്ല വിളഞ്ഞ ഒരു നാരങ്ങയാണിത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാലേ നമ്മുടെ നാട്ടിൽ വീണ്ടും പറയുകയാണ് ഈ പറയുന്ന അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന നാരങ്ങ വാങ്ങിച്ച് അമൃത് പോലെ നമ്മൾ സേവിക്കുമ്പോൾ അതിനെക്കാട്ടിലും ഈ പുണ്യം നിറഞ്ഞ നല്ല പഞ്ചാമൃതം നമ്മുടെ നാട്ടിലുണ്ട്. അതിലും വലിയൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നാരത്തിന് നമ്മുടെ നാട്ടിൽ നാരം പിടിക്കുന്നതിൻ്റെ ഗുണം ഇപ്പോഴത്തെ കാലാവസ്ഥ ചൂടും തണുപ്പും എല്ലാം വരുന്നത്. ഇത് സാർ കണ്ടോ, ഇത് നമ്മുടെ ശരിക്കും മുട്ട് വിരിഞ്ഞ പൂവ്. ഇത് പൂ ഇതാണ്ട് പൂവാണ്. തേനീച്ചകൾ കംപ്ലീറ്റ് വരുന്നുണ്ട്. ഇവിടെ വരുമ്പം അത് കായായി പൂവായി. അതിന്റെ മേളത്തെ സ്റ്റെപ്പാണ് താണ്ട് ഇത് കണ്ടോ, അതിന്റെ സ്റ്റെപ്പാണ് അതിന്റെ മേളത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് സീസൺ ഇല്ല, ഏത് സമയം ഹാർവെസ്റ്റ് ആണ്. അത് ശരി. അതിന്റെ മേളത്തെ സ്റ്റെപ്പ് അത് ഇങ്ങനെ പോയി കണ്ടോ, നമുക്ക് ഇതിപ്പോ പറിക്കാം. ഒരാഴ്ച ഈ കാ വരുന്നു വിളഞ്ഞോണ്ടേ വരും. ഇത് വരുന്നു സ്റ്റെപ്പ് ഇവിടെ ചെറിയ കുഞ്ഞു കായൊക്കെ വന്നിട്ടുണ്ട്. അത് വിളയാന്ന് സാറേ, പൂ കായ. ഇത് കണ്ടോ, ഇത് കൊഴിയത്തിൽ ഒറ്റ പൂത്തോ അത് കായായിരിക്കും. നമുക്ക് അത് കിട്ടിയിരിക്കും. നമ്മൾ വിഷമിക്കണ്ട. അത് പൊഴിഞ്ഞു പോകുമെന്നോ അണ്ണാൻ തട്ടിയിടുമെന്നോ കിളികൾ വന്ന് തട്ടിയിടുമെന്നോ ഒരു കിളി ഇതിൻ്റെ അകത്ത് തേൻ കുടിക്കാൻ ഞാൻ ഇതൊരു കിളി പോലും കണ്ടിട്ടില്ല. ഇത് അതിന് വേണ്ട, അത് കുടിക്കാൻ ഒക്കത്തില്ലെന്ന് എൻ്റെ പൂർണ്ണ വിശ്വാസം. അത് വരുന്നില്ല. കുരുവിയൊന്നും ഇതിൻ്റെ അകത്ത് വന്ന് പൂവിൻ്റെ അകത്ത് തേൻ കുടിക്കാതിരിക്കും നമ്മൾ കണ്ടിട്ടില്ല. ഒരു ശല്യവും ഇല്ല. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ഇത് ഒരു കമ്പനി നമുക്ക് എല്ലാം മനസ്സിലാവും. ഇതിപ്പോൾ ഈ ഒരു മൂട്ടിൽ നമുക്ക് ഒരു ദിവസം ഒരു സീസണിൽ ഒരു സീസൺ ഇല്ല. നമുക്ക് ഒരു വർഷം നമുക്ക് എത്ര കിലോ വരും? എനിക്കൊരു 10, 30, 35 കിലോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സീസൺ ആയിട്ടില്ല സാർ. ഇതിപ്പം വെച്ചിട്ട് 2019 കൊറോണ സമയത്താണ് ഞാൻ വെക്കുന്നത്. അന്ന് തമിഴന്മാർ വിറ്റ വില അറിയാലോ. അതിന്റെ ഒരു സ്ത്രീ ഒപ്പിച്ച വേലയാണ് എന്നെ ഇതിലോട്ട് പ്രസ് ചെയ്തിട്ടത്. ഞാൻ ഇവിടെ ആയിപ്പോയി. കൊറോണ സമയത്ത് ഞാൻ ഇവിടെ ആയിപ്പോയി. അന്നേരം പിള്ളേർ കൊച്ചു പിള്ളേരാണ്, 3 വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. അന്നേരം സാധാരണ നമ്മൾ നാരങ്ങ മേടിക്കുന്ന പുനലൂർ വെട്ടിപ്പുഴ പാലത്തിന്റെ അടുത്ത് തമിഴന്മാരാണ്. ഇവരൊരു 3 or 4 പേരേ ഉള്ളൂ. അന്ന് അവർക്ക് ഇരുന്ന് കച്ചവടം ഇങ്ങനെ നടന്ന് കച്ചവടം ചെയ്യുമോ. നമ്മൾ അറിഞ്ഞ ഒരു സ്ത്രീ എനിക്ക് അറിയുന്ന അവിടെ സ്ഥിരം മേടിച്ചോടിക്കുന്ന പുള്ളിക്കാരിയൊക്കെ ചെന്ന് ചോദിച്ചു, നാരങ്ങ ചോദിച്ചപ്പം ഇവർ പറഞ്ഞത് 275 രൂപ കിലോ ചോദിച്ചത്. അത് തൂക്കിയതാണോ ഈ പ്ലാസ്റ്റിക് കവറിലുള്ള 1 കിലോ എന്ന് അവർ പറയുന്നത്. അവരുടെ കയ്യിലില്ല. അന്ന് ഇരുന്നൊന്നും കച്ചവടം നോക്കിയാൽ പോലീസുകാർ ഓടിക്കുന്ന സമയം. ഞാൻ പറഞ്ഞു ഒരു 250 തരില്ല, 275. രണ്ടും കൽപ്പിൽ നമുക്ക് വീട്ടിൽ ആവശ്യമാണ്. അന്ന് ഈ മഞ്ഞളും പിന്നെ പെരിഞ്ചീരകവും പിന്നെ ഇഞ്ചിയും പിന്നെ മല്ലിയും കൂടിയിട്ട് കുടിക്കുന്ന സമയമാണ്. നമുക്ക് പിള്ളേർക്കല്ല, എനിക്കൊന്നും കൊറോണ വന്നില്ല, ദൈവം അനുഗ്രഹിച്ചു. വന്നോ ഇല്ലയോ ഇനി അറിയില്ല, ഈശ്വരൻ്റെ അനുഗ്രഹം ഇവർ തന്നില്ല. പിന്നെ ഞാൻ 270 രണ്ടും കൽപ്പിച്ച് വാങ്ങിക്കഴിഞ്ഞാണ് അതിലൊരു 3 സൈഡ് കറുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇത് 3 മാറ്റി, നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനമല്ലേ, നല്ലത് മേടിക്കാമല്ലോ. ഇത് ചതഞ്ഞ് കറുത്ത് അഴുകി തുടങ്ങി. മാറ്റി തരത്തല്ല, അത് സാറേ ആക്കീശ വരുന്നത്, അത് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു. ഞാൻ തിരിച്ച് അതുപോലെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നാരങ്ങ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു. അങ്ങനെ 2019 വെച്ച് 2024 ഈ സമയത്താണ് നമ്മൾ വിൽക്കുന്നത്. 5 വർഷം കൊണ്ട് ഇത്രയായി, ഇത്ര ഈൽഡായി. ഇനി 22 വർഷം തൊട്ടാണ് ഇതിന്റെ ആയുസ് എന്നാ പറയുന്നത്. നമുക്കറിയില്ല, ഈ വർഷം നിൽക്കും 28 വർഷം വരെ നിൽക്കുമെന്നാണ് പറയുന്നത്. അന്നേരം ഇത് ഇനി വളർച്ച കിടക്കുന്നതേ ഉള്ളൂ സാർ. ഇത് പടർന്നു വരുന്ന സാധനമാണ്. അപ്പോൾ ഇതിന്റെ ശരിക്കും ഇതിന്റെ ശാസ്ത്രീയമായ ഒരു അകലം തന്നെയാണോ? അല്ല, അന്ന് നമുക്കൊന്നും അറിയത്തില്ലല്ലോ. നമുക്കറിയാതെ പറ്റിയതാണ്ട് ഇതിന്റെ ഇപ്പം 3 മൂട്, 1 മൂട് 2 മൂട് 3 ഇത് തമ്മിൽ 3 മിക്സ് ചെയ്ത് നിൽക്കുവാണ്. അതേസമയം ഒരു ഇത്രയും തമ്മിലൊരു 15 നടുന്ന അകലമെങ്കിലും ഉണ്ടായിരുന്നു. അല്ല, റബ്ബർ നടുന്ന അകലത്തിലാണ് വെച്ചേക്കുന്നത്. റബ്ബർ 8 16 വെക്കുന്നത്. ഇത് 8 അടി ഉണ്ട്. അതേസമയം അത് ഇതുമായിട്ടൊരു 16 അടി വ്യത്യാസം വരും. 16 അടി 15 അടിയാണെങ്കിൽ ഏറ്റവും നല്ലത്. എന്ന് പറഞ്ഞാൽ ഇത് പടർന്നു വരാൻ ഇനിയും കിടക്കും, വളർച്ച കിടക്കുന്നില്ല. നമുക്ക് കമ്പ് മുറിച്ച് കളയാൻ തോന്നത്തില്ല. ഇതിന്റെ കമ്പിന്റെ അറ്റത്താണ് ഇതിന് കംപ്ലീറ്റ് പൂക്കൾ വരുന്നത്. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പ്രൂൺ ചെയ്യേണ്ട കാര്യമില്ല. ഈ കമ്പിന്റെ അറ്റത്ത് പൂ വന്ന് ഇത് കായ്ച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ഇതിന്റെ സൈഡിൽ നിന്ന് ശിഖരങ്ങളുണ്ടാവും. അല്ല, ഇതൊന്നും നമുക്ക് പ്രൂൺ ചെയ്ത് ഒരു കാരണവശാലും നമുക്ക് ഇത് എടുക്കാൻ ഒക്കത്തില്ല. ഇത് ഹൈറ്റിൽ പോകത്തുമില്ല. അത് തന്നെ ഈ ചെറുനാരകം തന്നെ വെറൈറ്റി ഉള്ളത് ഞാൻ അപ്പുറത്ത് കാണിക്കാം. ഒരു 4 വെറൈറ്റി ഉണ്ട്. ഇല്ല, അത് സാർ ഇതെല്ലാം വളർന്നു വരുമ്പോൾ ആ വെറൈറ്റി ആവും, ആ വലിപ്പമാവും. അത്രയും വരും. അതേണ്ട് കണ്ടോ, ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നുള്ളൊരു ലക്ഷണമാണിത്. ഇതുണ്ടോ, ഇത് തന്നെ ഇപ്പം 5 4 ഉണ്ട്. 4 സൈസ് ഇത് വെച്ചു. ഇത് 4 സൈസ് അല്ലേ.
ഇതുണ്ടോ സാറിന് അത് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അറ്റത്ത് നാരങ്ങ നമ്മൾ പറിച്ചതാണ്. അവിടെയാണ് വീണ്ടും പൊട്ടിക്കളിച്ച് അന്നേരം നമ്മൾ പ്രൂൺ ചെയ്തിട്ടില്ല, കട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അപ്പുറം ഇപ്പുറം പൊട്ടിത്തെളുക്കുവാണ്. അത് കായും പൂവായിട്ടാണ് ഇനി വരുന്നത്. ധൈര്യമായിട്ട് കാണാം, ആർക്ക് വേണമെങ്കിലും കൃഷി ചെയ്യാം. ഇത് ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ നിന്ന് മേപ്പോട്ട് നോക്കിയാൽ ഇതിൻ്റെ കാണും. ഇന്നലെയും പറിച്ച് ഇന്നലെ ഒരു ഗ്രൂപ്പിന് കൊടുത്ത്, ഇപ്പം സാർ വരുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവർക്കും കൊടുത്ത് നമ്മൾ വിട്ടത്. ഇനി നമുക്ക് കുറച്ച് ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ നമ്മൾ കുറച്ച് നല്ല അതും ഞാൻ കാണിച്ചു തരാം. ഇത് സാധാ നാരകം എങ്കിലും ഇതിന് ടേസ്റ്റാണ്. ഇത് ദാണ്ട് പിടിക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെയാണ് പിടിക്കുന്നത്, കണ്ടോ. ഇത് കമ്പിൻ്റെ മേളിൽ പിടിക്കുന്നത്. ഇത് നമ്മുടെ ഒറിജിനൽ ചെറുനാരകം ആണെന്ന് പറയാം. അതും പറഞ്ഞു തരാം. കണ്ടോ, ഇത് വിളഞ്ഞ സാധനമാണ്. ഇത് പക്ഷേ ഇത്രയും നേരം നിൽക്കുകയല്ല. ഇത് വിളഞ്ഞ് നല്ല പഴുത്ത ഇത് നമ്മുടെ ഇത് സാറ് 2 ഇതാണ്ട് കണ്ടോ. ഇത് സാറിൻ്റെ കയ്യിൽ എത്ര എണ്ണം കൊള്ളും സാർ നോക്കൂ. 3 എണ്ണം കൊള്ളും. ഇതാണെങ്കിൽ ഒരു 8 എണ്ണം കൊള്ളും. ശരിയാ. ഇതാണ് ഇതിൻ്റെ ഗുണം. ഇത് വലിപ്പം കൂടുതലുള്ള നല്ല നാരങ്ങ. അതുകൊണ്ടല്ല ഈ സാറിന് പിടിച്ചു വയ്ക്കും. ആണുങ്ങളുടെ കയ്യിൽ 3 എണ്ണം 4 എണ്ണം വെക്കാൻ പാടാണ്. ഇത് ചെറുനാരങ്ങ വലിയ ചെറുനാരങ്ങ തന്നെ അതിൻ്റെ വലുതാണ്. ഇതിന് നിറയെ മുള്ളാണ്. മുള്ളെന്ന് പറഞ്ഞാൽ നമുക്ക് എന്നെ ദോഷം ചെയ്യത്തില്ല. നമ്മൾ ഇതിന് ആഹാരം കൊടുക്കുന്നുണ്ട്, നമ്മളെ ഉപദ്രവിക്കത്തില്ല കേട്ടോ. ഒന്നുമില്ല, ദേഹം പഴുക്കത്തില്ല. പിന്നെ സാറിൻ്റെയൊക്കെ ദേഹം തൊട്ട് കഴിഞ്ഞാൽ ദേഹം അത് പഴുത്തിക്കുക. ഇത് പഴുത്തിക്കുക, കണ്ടോ. ഇതും പഴുത്തതാ, ചെറുനാരകം തന്നെ പഴുത്തത്. ഇത് കമ്പിന്റെ മേളിൽ. ശരി, ഇത് നമ്മുടെ നാട്ടിൽ വരുന്ന തമിഴ്മാരുടെ അത് തന്നെ ഒരു കണ്ട അർത്ഥമൊക്കെ മലയാളി ലുക്ക് ഇപ്പോഴാണ് വന്നത് അല്ലേ. അതൊക്കെ തന്നെ. ഇതിന് യഥാർത്ഥത്തിൽ കമ്പിന്റെ മേളിൽ ചെറിയ വെയിറ്റ്ലെസ് ആയിട്ട് കായ്ക്കുന്നുണ്ട്. ഈ കമ്പ് വളയ്ക്കല്ല, ഇത് മേപ്പോട്ട് പോവാം. മറ്റേത് അങ്ങനെയല്ല, എത്ര പൊക്കത്തിൽ പോകുന്ന കമ്പായാലും കണ്ടോ. ഇത് മേളിൽ പോയ കമ്പാണ്. ഈ വെയിറ്റ് കാരണം താഴെ ഇതിന് താണു വരും. അതുകൊണ്ട് ഇത് പടർന്നു വരുന്നു. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. പിന്നെ വേറൊരു കാണുക, ഇതിൻ്റെ തന്നെ ഒരു അനമുണ്ട്. ചെവിട്ടി മാത്രം, ഇതിൻ്റെ ചുവട്ടിൽ മാത്രം കായ്ക്കുന്ന ഒരു അനമാണ് അവിടെ ഇരിക്കുന്നത്. ഇതെല്ലാം നല്ല ഈൽഡുള്ള ഈ വർഷം ഓണത്തിനൊക്കെ നല്ല ഇലയേതാ കായേതാ നമുക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ല. അത്രയ്ക്ക് കായ്ച്ചു നിന്നേ. രാത്രി കള്ളം കയറത്തില്ല, അവന് പറിക്കാൻ ഒക്കത്തില്ല. ഇലയുടെ കളറും നാരങ്ങയുടെ കളറും ഒന്നാ. അല്ലാതെ അവിടെ ഇവിടെ കൈയിട്ട വേണ്ട കൈയിട്ട് കഴിഞ്ഞാൽ ഇവിടെ കയ്യെ മുന്നിൽ കൊണ്ടിരിക്കും. ഇല്ല, അങ്ങനെ പേടിക്കണം. സാറ് കണ്ടു, ഞാൻ കാണിച്ചു തരാം. സാർ അവിടെ പിടിക്കണ്ട. ഇതാണ്ട് കണ്ടോ, ഇതാണ് നമ്മുടെ ഒടിച്ചുകുത്തി. ഇത് ഒടിച്ചുകുത്തി അല്ല, ഒടിച്ചുകുത്തിയത് വേറൊരു ചെറുനാരങ്ങ. ഇതിപ്പോ എത്ര പൂവുണ്ട്? 3, 3, 6, 7. ഇത് 7 കായാവും. ഒറ്റ ഒരെണ്ണം നശിച്ചു പോകത്തില്ല. ഇതിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇതിപ്പം 5 കായുണ്ട്. 5 കായുണ്ട്. ഇത് കായാവും. പിന്നെ ഇതിനും ഈ ഹാർവെസ്റ്റ് ടൈം ഒന്നുമില്ല. എപ്പോൾ കായ്ക്കുന്നു അല്ലെങ്കിൽ എപ്പോൾ കായ്ക്കുമെന്ന് ചോദിച്ചാൽ ഏത് സമയം കായാണ്. ഈ പൂ കണ്ടോ, ഈ പൂ കണ്ടോ, അതിൻ്റെ വലുതാണ് ഇത്. അതിൻ്റെ വലുത് ഇതാ ഇങ്ങനെ ഇതിൻ്റെ സൈഡ് താഴെ ഉണ്ട്. സാർ കാണുന്നെങ്കിൽ കണ്ടോളൂ, കണ്ടോ. ഇത് ഏത് കമ്പയിലും ഏത് സമയം കൊലകുത്തി കായ്ക്കുന്ന സാധനം. അതുണ്ട്. വേണ്ട. ആദ്യമൊക്കെ ഇത് കമ്പൊടിഞ്ഞു പോകുന്നു പറഞ്ഞാൽ ഉദയൊക്കെ കൊടുത്തായിരുന്നു, സപ്പോർട്ട് കൊടുത്തായിരുന്നു. പിന്നെ മനസ്സിലാക്കി ഇത് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് സമയം കാണും. ഒരു ഉദയം വേണ്ട, അവർ ഫ്ലെക്സിബിൾ കമ്പ്, ഈ നാരകത്തിൻ്റെ കമ്പ് ഒടിയത്തില്ല, പച്ചക്കമ്പ് ഒടിയത്തില്ല. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് മേപ്പോട്ട് പോകാതെ ഇത് തന്നെ പിടിച്ച് താക്കുന്ന ഒരു വെയിറ്റാണ് നാരങ്ങയ്ക്കുള്ളത്. ഇതിൻ്റെ ഏതാണ്ട് വലിപ്പം കണ്ടോ. ഇത് നമ്മൾ ക്രിക്കറ്റ് ഒരു കയ്യിൽ ഒരെണ്ണം ക്രിക്കറ്റ് ബാളിൻ്റെ അത്ര ഉണ്ട്. ഒടിച്ചുകുത്തി എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഷേപ്പ് ഇതല്ല, ഓറഞ്ചിന്റെ കൂട്ട്. പക്ഷേ വീട്ടിൽ ടേസ്റ്റ് ചെയ്താൽ വീട്ടുകാർ പറയുന്നത് ഇത് മാത്രം ആർക്കും കൊടുക്കരുത്, എത്ര ഉണ്ടെങ്കിലും പിഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ പിഴിയുന്ന സാധനം ഇതാണ്. ആ സാറിന്റെ കയ്യിൽ 2 എണ്ണേ ഉള്ളൂ. അത് പക്ഷേ പരുവായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് കറി നാരങ്ങയല്ല, പ്രത്യേകം പറയുന്നത് ഇത് നമ്മൾ പിഴിഞ്ഞ് കുടിക്കുന്ന സാധനമാണ്. ഇത് നമ്മുടെ ബേക്കറിയിലൊക്കെ പോയി അടിച്ച് ഏതാ ലെമൺ ജ്യൂസായിട്ട് അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ. എൻ്റെ 2 പേര് ചോദിച്ച് കൊണ്ടുപോയിട്ട് ഞാൻ കൂടുതൽ കൊടുത്തില്ല. അവർ വീണ്ടും കൊണ്ടുവരണേന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചാൽ കണ്ടോ, നാരക കമ്പിന് ഒരു കുഴപ്പമില്ല. എല്ലാം കറക്റ്റായിട്ട് നമുക്ക് ഇത് നല്ല മഞ്ഞ കളർ വരും. മഞ്ഞ കളർ വന്നതിന് ശേഷമാണ് നമ്മൾ പറിക്കുന്നത്. ഇതിൻ്റെ തന്നെ താഴെ ഈ കമ്പെല്ലാം കായ്ച്ച് നിൽക്കുവാണ് കേട്ടോ. കായ്ക്കാത്തൊരു കമ്പുമില്ല, കണ്ടോ. ഇതിൻ്റെ കീഴിൽ നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ കാ കാണും. ഇപ്പം സാറ് ഇങ്ങനെ നോക്കിയേ, കണ്ടോ. അതുപോലെ അവിടെ ഇത് കണ്ടോ, ഇത് നല്ല വലിപ്പമുള്ള വലിപ്പമായില്ല, അത് പഴുത്തിട്ടില്ല സാറേ, താഴെ കിടക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ കള്ളത്തരം എന്ന് പറഞ്ഞാൽ താപ്പോട്ട് പിടിച്ചേ കിടക്കും. ഇത് കണ്ടോ, കുരുത്തക്കട. പിന്നെ താഴെ നോക്കിയാലേ കിട്ടും. വെയിറ്റ് കാരണം ഇതിന് താഴെ പോരും. സാറിന്റെ കയ്യിൽ ഇപ്പം കൊണ്ട് കൈ കൊള്ളുന്നുണ്ടോ? 2 എണ്ണം പിടിക്കാം പറ്റത്തില്ല, അതിനും വിളയം കിടക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. ഇത് ഏത് ഇനത്തിൽ പെട്ടെന്നല്ലോ അറിയോ?
നമ്മളൊരു 4-5 ഇടത്തുനിന്ന് മേടിച്ചതാണ്. ഒന്ന് തമിഴ്നാട്ടിൽ നിന്ന് എനിക്കൊരു കൂട്ടുകാരൻ തമിഴ് കൂട്ടുകാരൻ കൊണ്ടുതന്ന് കുറച്ചുണ്ട്. പിന്നെ തൃശ്ശൂർ നമ്മുടെ ഒരു ചേട്ടൻ കൊണ്ടുതന്ന്. പിന്നെ അല്ലാതെ ഇവിടെ ലൊട്ടിലുടുക്ക് നേഴ്സറിയിൽ നിന്ന് മേടിച്ചു. നേഴ്സറിയിൽ ചെന്ന് നമ്മൾ തൈ മേടിക്കുക. തൈ മേടിക്കുമ്പോൾ ഒരു 1/2 അടി നീളമുള്ള 6 ഇഞ്ച് നീളമുള്ള കവറിൽ വെച്ചേക്കുന്ന തൈ ആണെങ്കിൽ ആദ്യമേ അതൊന്ന് പിടിച്ച് പൊക്കി നോക്കണം. പൊക്കുമ്പം ഈ കവറിൻ്റെ അടിയിലോട്ട് വേറെ ഇറങ്ങിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ലെയറിങ് തൈയാണ്. അതേസമയം അടിയിലോട്ട് വേറെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഇരുന്നിരുന്ന് വേറെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ലെയറിങ് തൈ ആവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ കുരുവിട്ട് കിളിപ്പിച്ച് ഇത് 9 വർഷം കഴിഞ്ഞാൽ നല്ല പൂത്തൊലിച്ച് നിൽക്കും. പക്ഷെ ഇത് കായ്ക്കില്ല. അപ്പോൾ ഈ വേരിറങ്ങുന്നത് വാങ്ങിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ചേട്ടൻ പറഞ്ഞ വളരെ കൃത്യമായ ഒരു മെസ്സേജാണ്. ഈ നമ്മൾ ഈ നേഴ്സറിയിലൊക്കെ പോയി ഇതിൻ്റെ തൈകൾ വാങ്ങിക്കുമ്പം ഈ അടിയിലേക്ക് വേരിറങ്ങിയിരിക്കുന്ന ഒരു തൈയും വാങ്ങിക്കരുത്. അത് കുരുവിട്ട് കിളിപ്പിക്കുന്നതായിരിക്കും. ഒരു കാരണവശാലും അത് ഈ പറയുന്ന വിളവ് ലേറ്റാവും, കായ്ക്കായിരിക്കും. ലേറ്റായേ കായ്ക്കും. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇത്രയും പൊക്കമുള്ള ഒരു തൈ മേടിക്കുമ്പം 2 അടി പൊക്കമുള്ള തൈ മേടിക്കുമ്പം അതിൻ്റെ ചുവടിന് ആ തൈയുടെ കവറിയിരിക്കുന്ന തൈയുടെ ചുവടിന് ഇത്രയെങ്കിലും കനം കാണണം. കുഞ്ഞല്ല, തള്ളവിരൽ. കുഞ്ഞുവിരൽ എന്ന് പറഞ്ഞാൽ ഇതല്ലേ ഉള്ളൂ. കുഞ്ഞുവിരലിന്റെ കനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുവിട്ട് കിളിപ്പിച്ചാൽ ഇത്ര ആകുമ്പോൾ ആ വരും. തള്ളവിരലിന്റെ താണ്ടി ഈ കണം കണ്ടോ? ഇത് കറക്റ്റ് അത് ലെയറിങ് ചെയ്ത് തയ്യായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒറിജിനലായിട്ട് ഇവർ കായ്ച്ച ചെടിയിൽ നിന്ന് എടുക്കുന്ന കമ്പാണെങ്കിൽ അത് ലെയറിങ് ചെയ്തയാണെങ്കിൽ അങ്ങനെയുള്ള കനമുള്ളത് കിട്ടും. അതിന്റെ വേര് അടിയിലോട്ട് പോകത്തുമില്ല. ആ കവറിൻ്റെ അകത്തിരിക്കത്തേ ഉള്ളൂ. ഇല്ലെങ്കിൽ സംഭവം പറ്റിപ്പാണ്. പിന്നെ ഏത് നേഴ്സറി ചെന്നിപ്പം നമ്മുടെ കുടുംബത്തിലെ 3 പേരെ 3 ഇടത്തോട്ട് വിട്ടുള്ളൂ. മൂന്നായിട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾ ഇന്ന് ആദ്യമേ പറയുമോ എനിക്ക് കമ്പിളി നാരങ്ങ എന്ന് പറഞ്ഞാൽ അവ ഒരിടത്തുനിന്ന് എടുത്തു തരും. നിങ്ങൾ രണ്ടാമത്തെ വൈഫ് എന്നിട്ട് ചോദിക്കുക എനിക്കൊരു ചെറുനാരകം വേണമെങ്കിൽ അത് എടുത്തു തരും. പിന്നെ മോൻ ചെന്ന് ചോദിക്കുക എനിക്കൊരു ഒടിച്ചുകുത്തി വേണമെന്നെങ്കിൽ അവ എടുത്തു തരും. പിന്നെ 4-ാമതൊരാളുണ്ടെങ്കിൽ അയാൾ എന്ന് ചോദിക്കുക എനിക്കൊരു വടുവപ്പിളിച്ച് വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം എടുക്കുന്ന ഒരിടത്തുനിന്ന് എടുക്കുക. എന്ത് ചോദിക്കുന്നത് അത് തന്നെ. നമ്മളിത് കൊണ്ടുവന്ന് വയ്ക്കുന്നത് 8 വർഷം 4 വർഷം കഴിയുമ്പം കായ്ക്കുന്ന നമ്മൾ നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ഏറ്റവും വലിയ കളിപ്പീര് പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള കളിപ്പീര് വ്യാപകമായി നടക്കുന്നുണ്ട്. എല്ലാ നഴ്സറിക്കാരും ചെയ്യുന്നതല്ല, പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പറ്റിക്കുന്നുണ്ട്. ആ പറ്റിപ്പിന് ഇരയാകരുത് എന്നാണ് നമ്മുടെ വിശ്വാസമുള്ള നഴ്സറിയിൽ നിന്ന് മേടിക്കാൻ ഒരു കുഴപ്പമില്ല. പിന്നെ രണ്ടാമതൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമുള്ള നഴ്സറിയിൽ നിന്ന് ചോദിച്ചറിഞ്ഞതിന് ശേഷം മേടിക്കുക. അല്ലാതെ നമ്മൾ മേടിക്കാൻ നിൽക്കേണ്ട. ഇതിൻ്റെ കുഞ്ഞുനാളിലെ എല്ലാ നാരകത്തിൻ്റെയും കളറും തണ്ടിൻ്റെ കളറും നാരകത്തിൻ്റെ ഇലയുടെ ഷേപ്പും ഇതിൻ്റെ മണവും ഒന്ന് തന്നെ, നാരങ്ങയുടെ മണം തന്നെ. അതുകൊണ്ട് നമുക്ക് കളുപ്പ് പറ്റാം. നഴ്സറിയെ അറിയാം, പാടാ കുഞ്ഞുനാളി പാടാ. ശരിക്കും തമിഴ്നാട്ടിൽ കൃഷി ചെയ്യുന്ന നാരകം ഇതാണോ? തമിഴ്നാട്ടിൽ കമ്പുമല മേപ്പോട്ട് കയറുന്നുണ്ട്. നല്ല ഹൈറ്റിൽ പോയിട്ട് അതിൽ നിന്ന് ഇത് കണ്ടല്ലോ, ഇത് ചോട്ടി മാത്രമേ പിടിക്കുന്നുള്ളൂ. അപൂർവ കേസുകളിലേയും കണ്ട് ഉള്ളൂ ഇവിടെ പിടിക്കുന്നത്. നമ്മുടെ ആ നാരകം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പിടിക്കുന്ന മേളിലാണ്. ആ കമ്പ് വളഞ്ഞു വരും. ഇത് ചവിട്ടി പിടിക്കുന്നതുകൊണ്ടാണ് ഇത് മേളിൽ ചോട്ട് പോകുന്നത്. ഇത് പടന്നു പോകുന്നില്ല. പിന്നെ ഇതിൻ്റെ തന്നെ ചുവട്ടിലും ഇത് അങ്ങും ഇങ്ങോട്ട് ഇത് വല്ലപ്പോഴും ഒക്കെ കായ്ക്കുന്നത്. ഹാർവെസ്റ്റ് ടൈം ഇത് സീസണുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനോട് എനിക്ക് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. ഞാൻ എല്ലാ തൈയും കൊണ്ടുവച്ച് ഈ തമിഴന്മാരുടെയും മലയാളിയുടെയും മിക്സ് ചെയ്ത് വീട്ടിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ഇവിടുന്ന് ഒരു 300-400 മീറ്റർ ദൂരമുണ്ട്. അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് കൊറോണ സമയത്ത് അതിരാവിലെ പോലീസുകാരെ പേടിച്ച് ഇവിടെ കൊണ്ടുപോയിക്കുന്ന സമയം ഇവനാണ് കറക്റ്റ് 6-ാം മാസമായപ്പം 6 മാസം ആവുന്നതിന് മുമ്പ് പൂത്ത്. നമ്മൾ ദൂരെ നിന്ന് വന്നപ്പോൾ നോക്കിയപ്പോഴേ ഇതുപോലുള്ള പൂ നിൽക്കുന്നത്. നമ്മൾ വിചാരിച്ച് എന്തോ അസുഖം പിടിച്ചത് മാറിയതാണെന്ന് പറഞ്ഞ് ഓടി വന്ന് നോക്കിയപ്പോഴാണ് കംപ്ലീറ്റ് പൂത്ത് നിൽക്കുക. അതുവരെ ഒറ്റയടിക്ക് പൂത്തെന്നുള്ളതാണ്. ഒരു സുപ്രഭാതത്തിലില്ല, സൂര്യൻ ഉദിച്ച് വരുന്ന മാതിരി അവിടെ ഇവിടെ. അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പൂത്ത് കറക്റ്റ് 3 മാസമായപ്പോൾ ആ നാരങ്ങ പറിച്ച് ഞാൻ ഉപ്പിലിട്ട് പിഴിഞ്ഞും കുടിച്ച് കുറച്ച് അവിടെ ഗൾഫിലും കൊണ്ട് ഞാടാ നമ്മുടെ നാരത്തെ പിടിച്ച് നാരങ്ങ പറഞ്ഞ് സ്വന്തം ഒന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അതിനോടുള്ള സ്നേഹം ഇപ്പോഴും ഉണ്ട്. നമ്മൾ വളമൊക്കെ ഇടുമ്പോഴും ഇപ്പോഴും അത് പേരിടണം. അതിൻ്റെ അത് മാത്രമേ ഉറുമ്പുള്ളൂ കേട്ടോ. ഇതേണ്ട ഇപ്പോൾ ഉറുമ്പ് കയറിയിട്ടുണ്ട്. ഉറുമ്പിൻ്റെ കൂടുണ്ട്. നാരങ്ങയല്ല, മുള്ളുണ്ടേ സാറേ. കണ്ടോ, വിശറുണ്ട്. ഞാൻ ഒന്നും ഉപദ്രവിക്കുന്നില്ല. അതിനെ നമ്മൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇതൊക്കെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കായ്ച്ചു പറഞ്ഞായിരുന്നു. ഇവിടെ കായ ഏതാ എറിയതാന്ന് അറിയാത്ത രീതിയിൽ കാവലുണ്ടായിരുന്നു. വേർച്ചയെന്ന് പറഞ്ഞാൽ എന്നെ 4 പേര് അറിഞ്ഞത് ഇപ്പം ഇങ്ങനെയാണ്. തീർച്ചയായിട്ടും ഈ പറയുന്നത് ഞാനും ഈ ചേട്ടനെ അറിയുന്നത് നമ്മുടെ കർഷകശ്രീ അല്ലേ? കർഷകശ്രീയിലും പലതും 4 TV ചാനലുകൾ വന്നു. കർഷകശ്രീയുടെ കവർ പേജിൽ ചേട്ടൻ്റെ ഫോട്ടോ കണ്ടേ. ഞാനിത് വായിച്ചു നോക്കുമ്പോൾ ചേട്ടാ എൻ്റെ നാട്ടുകാരൻ ഇളമ്പൽ സ്വദേശി. അങ്ങനെയാണ് നമ്മൾ ചേട്ടനെ വിളിക്കുന്നതും. അന്നേരം നമുക്ക് ഉയർച്ച വന്ന സാധനം ഇതല്ലേ, അല്ലാതല്ലോ. അതാ എന്നും പറഞ്ഞ് നമുക്ക് യാതൊരുവിധ നഷ്ടമില്ല. ഇതിന് സാധാരണ ജൈവവളം അല്ലാതെ ഒന്നും ഇടുന്നില്ല. രാസവളത്തിന് ഒരു ചാക്കിന് വേണമെങ്കിൽ കോംപ്ലക്സ് 1200 തൊട്ട് മേപ്പോട്ട് പോകും. എല്ലുപൊടിക്ക് 1200 തൊട്ട് മേപ്പോട്ട് പോകും. നമ്മളിതിന് ഇടുന്നതെന്ന് പറഞ്ഞാൽ തനി കാലിവളം, ആട്ടുമുഴുക്ക, ഇത് മാത്രമേ ഇടുന്നുള്ളൂ.
അല്ലാതെ നമ്മളൊന്നും ചെയ്യുന്നില്ല. പിന്നെ പെസ്റ്റ് കൺട്രോളായിട്ട് ഒന്നും അടിക്കുന്നില്ല. തെങ്ങിനൊക്കെ അടിക്കുവാണെങ്കിൽ ഒരു ചെറിയ 300 ml ഒരു കുപ്പിക്കാണെങ്കിൽ 500 രൂപ. അല്ല ഇതുകൊണ്ടേ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഇത് ഒരു ജീവികളില്ല. അല്ല ധൈര്യമായിട്ട് നമുക്ക് ഇത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ലൈം ജ്യൂസ് അടിക്കാം. നമ്മൾ ഈ ലൈം ജ്യൂസ് എന്ന് പറയുമ്പം ഈ കടയിൽ ചെന്ന് അടിക്കുമ്പോൾ ഇത് തൊരി ഉൾപ്പെടെ ഇട്ടാണ് അടിച്ചു തരുന്നത്. ഇതിനകത്ത് എന്തൊക്കെ വിഷം തമിഴ്നാട്ടിൽ കൊണ്ടുവരുന്ന നാരകത്തിൽ കാണും, നാരങ്ങത്ത് കാണും, അല്ലെങ്കിൽ കാർബൈഡ് വെച്ച് പഴുപ്പിച്ചതാണോ എന്നൊന്നും നമ്മൾ ആലോചിക്കത്തില്ല. ലൈം ജ്യൂസ് മാത്രം മതി നമുക്ക് കൂച്ചാം എന്ന് പറയും. പക്ഷേ കൂച്ചുന്ന സാധനം ഇതായിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും നമുക്ക് ശുദ്ധമായ നല്ല നല്ല നാരങ്ങ നമ്മുടെ കേരളത്തിൽ ലഭ്യമാണ്. ഇത് കൊല്ലം ജില്ലയിലെ ഇളമ്പൽ എന്ന സ്ഥലത്താണ് ഇത് നിറയെ കാത്തു നിൽക്കുന്ന. ചിലപ്പം ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന പരിപാടി നാരകത്തിനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ കൂടിപ്പോൾ ഒരു 15 ദിവസം 20 ദിവസത്തെ ഗ്യാപ്പ് വരും. അത് നമുക്കറിയാം. ഇപ്പോഴെന്ന് ഈ സൈഡിൽ നമ്മൾ പറഞ്ഞതിനോട്ട് പൂത്ത് ഇത് പറിക്കാറായത്. അന്നേരം ചില മൂടുകളൊക്കെ ഇത് നല്ല രീതിയിൽ കായ്ക്കുമ്പോൾ ഇലയൊക്കെ ഒന്നുമില്ല, നിരന്തരമായിട്ട് മുട്ടയിടുന്ന കോഴികൾ ഒരു 10 ദിവസം ഇരിക്കുന്നവർ അത്രയൊന്നും ഇരിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ചൂട് സമയത്ത് വെള്ളം ഒഴിച്ച് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ കൃഷിഭവനിൽ നല്ല സഹായം ചെയ്യുന്നുണ്ട്. അവർ ചെയ്തതിന്റെ പേരിലാണ് വിളക്കുടി കൃഷിഭവൻ എല്ലാം നല്ല സാറിന് അവർ വന്ന് നോക്കും. നമുക്ക് കേരളത്തിലെ തരത്തിൽ നാരക കൃഷി മാത്രമേ സബ്സിഡി ഒന്നും ഇല്ലാതുള്ളൂ. വേറെ ഉള്ളതിനെല്ലാം ഉണ്ട്. ഒരിടത്തൊരു സ്വീകരണം വന്നപ്പോൾ നാരങ്ങ വെച്ചിട്ട് ഞാൻ പറഞ്ഞൊരു മാല ഇട്ടിട്ട് കുററാന്ന് പറഞ്ഞു. നമ്മുടെ ചങ്ങാതി അന്നേരം പറഞ്ഞു ഇപ്പോഴത്തെ കിലോയുടെ വില എത്ര? 225 രൂപ. ഞാൻ ഇങ്ങനെ എത്ര നാരങ്ങ മേടിച്ചാൽ എത്ര രൂപ എടുത്തൊരു മാലയൊക്കെ അതിന്മേൽ നോട്ടുമാല ഇടുന്നത്. നോട്ടുമാലയൊക്കെയും വില ഇതിനുണ്ടെന്നാണ് പറഞ്ഞത്. സത്യം. ഇത് ശരിക്കും ഒരു നാരങ്ങ, ഒരു നാരങ്ങ വലിപ്പോ അല്ലല്ല, നമ്മുടെ ഒരു പൂവായി കായായി നമ്മൾ പറിക്കണമെങ്കിൽ എത്ര ദിവസം? 3 months 90 ദിവസം മാത്രം. 90 ദിവസം നമുക്ക് പറിക്കാം. ഇതൊക്കെ 90 ദിവസമായ സാധനമാണ്. അത് ശരി. ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഈ വിളതെല്ലാം ചേട്ടൻ പറിച്ചു തരും. ഇതെല്ലാം എൻ്റെ കൈ വെച്ചേക്കുവാ. ഇതാണ് നമ്മുടെ കറക്റ്റ് നാരങ്ങ. ഇതല്ലേ സാറിന്റെ കയ്യിൽ കൊള്ളുന്നുണ്ടോ? ഇല്ലില്ല. സ്ത്രീജനങ്ങളുടെ കയ്യിലാണ് 2 രണ്ടെണ്ണേ ഉള്ളൂ. ഇതാണ് കറക്റ്റ് ചെറുനാരകത്തിന്റെ ഇവിടുത്തെ നാരകത്തിന്റെ വലിപ്പം. അത്രത്തോളം നല്ല വലിപ്പമുള്ള നാരകമാണ്, നാരങ്ങയാണ്. നാരകമല്ല, നാരങ്ങയാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു സാധനം ചേട്ടാ, ഇത് ഇത്രയും നീളത്തിൽ കഴിഞ്ഞാൽ ഇതെന്തോ സാധനം? ഇത് ഗണപതി നാരകം എന്ന് പറയുന്ന സാധനം. ഇതാണ് നമ്മുടെ ഗണപതി നാരകം. ഇത് വിളഞ്ഞാന്ന് തോന്നുന്നില്ലേ? അത് വിളഞ്ഞില്ല. കറക്റ്റ് കളറാകുമ്പോൾ ഇത് പഴുത്തിട്ട് ഒരു 2 ദിവസം തന്നെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് താഴെ വീഴും. നമ്മൾ തനിയെ പൊഴിഞ്ഞു വീഴും. വെയിറ്റ് അത്രയുണ്ട്. ഇതിന്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ഇടയ്ക്കൊരു കെട്ടുണ്ട്. ഓ അത് ശരി. ഇതിന്റെ ഇടയ്ക്കും കെട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്കും കെട്ടുണ്ട്. കണ്ടോ? ഇതിന്റെ ഇടയ്ക്കും കെട്ടുണ്ട്. പക്ഷെ ഇത് വളർന്നു കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്കത്തെ കെട്ട് മാറി. ഓ അത് വിളഞ്ഞു. അങ്ങോട്ട് ഉള്ളിലേക്ക് ഇരിക്കുന്നത് നികന്ന് വരുമ്പോഴാണ് വിളഞ്ഞു. അത് മാത്രമല്ല പിന്നെ കളർ മാറും. ഇത് മാറുന്ന വരെ ഞാൻ നിന്നോളും. പിന്നെ അത്യാവശ്യം ആരെങ്കിലും ഒക്കെ പറഞ്ഞു ഇതൊക്കെ നല്ല രീതിയിൽ കായ്ക്കുന്ന കമ്പുകളാണ്. അത്യാവശ്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറിച്ചു കൊടുക്കും. അവരുടെ ആവശ്യത്തിന് നമ്മൾ ആരെയും നിരാശപ്പെടുത്തത്തില്ല. ഇതാണ് ഗണപതി നാരകം. ഇത് ആയുർവേദത്തിലും നമ്മുടെ പിന്നെ പൂജകൾക്കും പിന്നെ അച്ചാറുടെ അത്രയും ബെറ്റർ സാധനമില്ല. നമ്മൾ വടുകപ്പൊളിച്ചുമാരല്ല. ഇതിന്റെ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത് ഇതാണ്ട് സാറേ കണ്ടോ? ഇതിന്റെ യഥാർത്ഥത്തിൽ വലിപ്പമേറിയത് ഇതാ ഇവിടെ നിൽപ്പുണ്ട്. ഈ കമ്പനി നിൽപ്പുണ്ട്. സാർ വെച്ചോ. ഇത് കണ്ടോ? ഇത് ഞാൻ അല്പം കൂടെ ഒന്ന് ലെവലാവാനുണ്ട്. എൻ്റെ ഒരു കൈവെള്ളയിലിരിക്കും. ഇതാണ് ശരിക്കും. ഈ സാറിന് വേണമെങ്കിൽ അത് പിച്ചാം. ഈ ആരും കുഴപ്പമില്ല. വേണ്ട പിച്ചോ സാറ് ആഗ്രഹം ഒന്ന് പിച്ച് സാറേ. ഞാൻ വേണ്ട പിച്ചല്ല പിടിക്കട്ടെ. ഇതാണ് ശരിക്കും നമ്മുടെ ഈ പൂജകൾക്കും മറ്റു കർമ്മങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഈ ഗണപതി നാരകം എന്ന് പറയുന്നത്. അതും നമ്മുടെ രാജേട്ടൻ്റെ ഈ ഫാമിൽ ഇവിടെ നമുക്ക് കാണാം. കാരണം ഇതിങ്ങനെ ഈ കമ്പിലുണ്ട്, അകത്തുണ്ട് കേട്ടോ. നാട്ടിലെ നാരങ്ങയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഇതാ. ഇതുപോലെ എത്രണ്ണം സാറിന് ഇതുപോലൊരു 5-6 7 ഇരിക്കില്ല. ഇതിപ്പോൾ ഒന്നും അല്ല, അത് കൂടുതലുണ്ട്. ഇത് 330 നമ്മുടെ നാരങ്ങയാണ്. വലിപ്പം കൂടുതലിരിക്കും, ഒരു കുഴപ്പമില്ല. ഇതിലൊരു 6-7 നമ്മുടെ ഇരുന്നാലും കുഴപ്പമില്ല. മറ്റേത് പക്ഷേ കിട്ടില്ല. ഇതിന്റെ മാർക്കറ്റിലെ വില എങ്ങനെ? ഒരു ചാക്കിൽ നിന്ന് തന്നെ ഇവർ 3ആയിട്ട് തിരിയും. തമിഴന്മാരുടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടക്കാർ 3ആയിട്ട് തിരിയും. ഏറ്റവും വലുതിന് ഏറ്റവും കൂടിയ റേറ്റ്, ചെറുതിന് മീഡിയം സൈസിന് അതിൻ്റെ 20 രൂപ 30 രൂപ കുറയ്ക്കും. അതിലും ചെറുതിന് 20 രൂപ കുറച്ച് അവർ 3ആയിട്ട് കൊടുക്കും. ഇത് എന്തുമായാലും നിങ്ങൾ വീട്ടിൽ മേടിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം കഴിയുമ്പം ഒരു സൈഡ് അഴുകി വരും. പക്ഷേ അത് കാർബൈഡ്. ഇത് നിങ്ങൾ 7 ദിവസം വെച്ചോ അഴുകത്തില്ല, നമ്മൾ ഗ്യാരണ്ടി. ഇല്ലെങ്കിൽ തിരിച്ചു കൊടുത്തരാം. ഇതുപോലെയാണ് ഈ നമ്മുടെ മറ്റേ ഓണം സമയത്ത് നല്ല കാവലം വരും. നല്ല കാവലം എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തോന്നുമായിരുന്നത് ഇത് എവിടെ നമ്മൾ നിൽക്കുന്നത്. അത്രയും കാവലുള്ളൊരു സമയമായിരുന്നു ഓണം. ഇപ്പം അത് പറിച്ച് തീർത്ത് കഴിഞ്ഞ് ഇനിയിപ്പം കംപ്ലീറ്റ് പൂ വരുവാണ്. നിങ്ങൾ 2 ആഴ്ച കൂടെ കഴിയുമ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ബാക്കിയും കൂടെ കാണാം. അപ്പോഴേ രാജേട്ടാ, നമ്മൾ ശരിക്കും നമ്മുടെ കേരളത്തിൽ ഈ കൃഷി ഗുണകരമാണ് എന്ന് തെളിയിച്ച വ്യക്തിയാണ്. ഇപ്പം നമുക്ക് കർഷകരോട് പറയാനുള്ളത് എന്താണ്?
കർഷകരോട് പറയാനുള്ളത് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ മോട്ടോർ കൊണ്ട് കിണറ്റിൽ നിന്ന് അടിക്കുന്ന വെള്ളത്തിന് യാതൊരു ഗുണവുമില്ല. ധാതു ലവണങ്ങൾ കംപ്ലീറ്റ് അടങ്ങിയ വെള്ളമാണ് മഴവെള്ളം. ആദ്യത്തെ മഴ കഴിഞ്ഞ് രണ്ടാമത്തെ മഴയ്ക്ക് ജൂൺ മാസം വെക്കുക. പിന്നെ 6 മാസത്തെ തണുപ്പ്, ഈ മഴവെള്ളത്തിന്റെ തണുപ്പും കൊണ്ട് നമ്മുടെ തൈക്ക് ഒരു കുഴപ്പമില്ലാതെ വളർന്നു വരും. പ്രത്യേകിച്ച് ജലസേചനത്തിന്റെ ആവശ്യമില്ല. പിന്നെ അതിനു മുമ്പ് ഈ ചൂട് സമയത്ത് നല്ലപോലെ കിളപ്പിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ജൈവവളം ഇട്ട് നമ്മുടെ ചാണകവും ചാമ്പലും പിന്നെ ആട്ടുമുഴുക്കൊക്കെ ഇട്ട് ചേനയോ ചേമ്പോ വാഴ, നാടൻ വാഴകൾ, ഞാലിപ്പൂവനോ പൂവനോ നിങ്ങൾ നടുക. അതിന്റെ തണലിൽ ഇവൻ അടുത്ത ചൂടിന് നിൽക്കണം. അത് കഴിഞ്ഞിട്ട് 2 കൊല വെട്ടി കഴിയുമ്പോൾ ഈ ചെടി മേപ്പോട്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ വാഴ കംപ്ലീറ്റ് ഇതിന്റെ അകത്ത് കംപ്ലീറ്റ് വാഴ. ഞാൻ ഇപ്പം വെട്ടി കളഞ്ഞോണ്ടേ ഇരിക്കും. കംപ്ലീറ്റ് ചവിട്ടിയും വെട്ടി നല്ല കൊലയൊക്കെ കിട്ടുന്നതാണ്. 2 മേപ്പോട്ട് നോക്കിയാൽ കാണാം നല്ല കൊലയൊക്കെ കിട്ടുന്നത്. ഞാൻ തെങ്ങും തൈ ഇവിടുന്ന് എടുത്ത് കളഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 12 അടി കുറയാതെ 12-13 അടി കുറയാതെ അകലത്തിൽ വേണം വെക്കാൻ. ഇല്ലെങ്കിൽ അത്രയ്ക്കും മെയ് വഴക്കമുള്ളവർ എൻ്റെ കീഴിൽ കയറാൻ തയ്യാറായിക്കണം. ഇപ്പൊ തന്നെ അത് തന്നെ എത്ര അടി ഉണ്ടെന്ന് സാർ കണ്ടു നോക്കിയാൽ 10 അടിയോളം ദൂരമുണ്ട്. പക്ഷേ അത് നമുക്ക് അതിന്റെ കീഴിൽ കയറാൻ ഒക്കത്തില്ല. കൃഷിക്ക് ഏറ്റവും നല്ല സാധനമാണ് കേരളത്തില് ഇത്. നട്ടോ ഇതാകുമ്പം കർഷകർ അടുത്ത വീട്ടിലെ അയ്യത്തോട്ടോ അല്ലെങ്കിൽ പുരയിടത്തിലോട്ട് റബ്ബർ വളർന്നു വീണെന്ന് വരത്തില്ല, ഒടിഞ്ഞു വീണെന്ന് വരത്തില്ല. പിന്നെ അവന് വീട് വെച്ച് കൊടുക്കാൻ നിൽക്കേണ്ട, കൃഷിക്കാരനെ തിരക്കി നടക്കേണ്ട. ഇതിന് വളവടിയില്ല. ഇനി ഈ മണ്ണിൽ നമ്മളെ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ മമ്മട്ടി വെച്ച് മാന്തുന്ന പരിപാടി ഇല്ല. ഞാൻ മഴ സമയത്ത് കൊണ്ടൊന്നും വളം പൊക്കി മേപ്പോട്ട് ഇട്ട് കൊടുക്കത്തേ. ആ മഴയത്ത് ഇത് താഴെ വീണോളും, അതിൻ്റെ പേരത് പിടിച്ചോളും. എന്ന് പറഞ്ഞാൽ ഇത് ഇരുമ്പും മറ്റേ നമ്മുടെ നാരകത്തിന്റെ ആസിഡുമായിട്ട് ചേരത്തില്ല. ഇതിന്റെ വേര് വെട്ടിമുറിക്കുന്നതാണ് ഒരാൾ എനിക്ക് പറഞ്ഞത്. നമുക്കിത് വെച്ചൊക്കെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അതിൻ്റെ കൂടെ കമ്പ് പിച്ചാത്തിക്ക് അടിക്കുന്നത് ഞാൻ ഉണങ്ങിയത് കുടിച്ച. അതിൻ്റെ കൂടെ തന്നെ 1 മൂട് കായ്ക്കാതെ നീ വിഷമിക്കേണ്ടെന്നൊരു അമ്മ എനിക്ക് പറഞ്ഞത്. കാര്യം എന്താ, 3 മൂട് കായ്ക്കുന്നുണ്ടെന്ന് അമ്മ, എൻ്റെ 1 മൂട് കായ്ക്കുന്നത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ ഇടുക്കി ചെന്നപ്പോഴാണ് ചോദിക്കുന്നത്. ഇടുക്കി നമ്മുടെ ഇതൊക്കെ ഏതാ മീനുളിയപ്പാറയുടെ തൊട്ട് താഴെ. അന്നേരം പറഞ്ഞു അതിന് നാണം തോന്നുമ്പോൾ അത് കായ്ച്ചോളൂ, അതിൻ്റെ നമ്മൾ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. സെൻസിറ്റിവിറ്റി ഉള്ള ഒരു സാധനമാണ് ഇത്. ഇതൊക്കെ ഒരു നമ്മുടെ ഒരു ഐതിഹ്യന്മാരിയാണ് അവരൊക്കെ പറയുന്നത്, മുപ്പവർ പറയുന്നത്. നമ്മൾ കേട്ട് മുന്നോട്ട് നീങ്ങുവാണ്. ദൈവം അനുഗ്രഹിച്ച ഒരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ 100 മൂട് വെച്ചതിൽ 1 മൂട് പോലും പന്നലായി പോയിട്ടില്ല, ഉണങ്ങിയും പോയിട്ടില്ല. ഒരു നാരങ്ങ പോലും തരാതിരുന്നിട്ട് ഉണങ്ങി പോയിട്ടില്ല. 2-3 നമ്മൾ 2-3 നഴ്സറിയിൽ നിന്ന് കഴിക്കാൻ കായ്ക്കാൻ നിൽക്കുന്നു. കായ്ക്കുന്നുള്ള നല്ല പ്രതീക്ഷ. പിന്നെ ഈ ഇടയ്ക്ക് നിന്ന് ഞാൻ 2 മൂട് പിഴുത് കളഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് കയറാൻ വയ്യാത്ത. കാരണം നമ്മളെ റബ്ബർ കൃഷിക്കാരനായിരുന്നു. അവിടെ 8 അടി ദൂരത്തിലാണ് റബ്ബർ നട്ടുകൊണ്ടിരുന്നത്. നമ്മളിത് കൊണ്ട് തൈ വെക്കുമ്പോൾ കുഞ്ഞൊരു തൈയാണ് വെക്കുന്നത്. പിന്നാണ് ഇനി വളരാൻ കിടക്കുന്നതേ ഉള്ളൂ സാറേ. 5 വർഷത്തെ വളർച്ചയാണിത്. ഇനി കിടക്കുവാണ് വർഷങ്ങള്. അന്നേരം എന്താവും 25 വർഷത്തിൽ കൂടുതൽ പിടിക്കും.